മാം, ഈ കിഡ്നി ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ ഈ പെയിൻ കില്ലേഴ്സ് എന്ന് തന്നെ ഇങ്ങനെ അതുമ്മ തന്നെ പിടിച്ചുകൊണ്ടിരിക്കാനുള്ള റീസൺ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നത് ആ ടാബ്ലറ്റ്സ് തന്നെയാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നതായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ മരുന്ന് കാരണം വരുന്ന കിഡ്നിയുടെ ദോഷത്തിന് ഇപ്പോൾ ചില മരുന്നുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിപ്പോൾ 100% പ്രവർത്തിച്ചു കൊള്ളണം എന്നില്ല. അത് ഒരു പരിധി വരയ്ക്കും ഇപ്പോൾ അതിൻ്റെ ഒരു പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരുപാട് പഠനങ്ങളിലും ഈ കിഡ്നി ഡാമേജ് വരുന്ന പേഷ്യൻസിന് ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 1 വീക്ക് ആ ഒരു ടാബ്ലറ്റ് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ബാക്കി എല്ലാം കിഡ്നിയുടെ ബാക്കി അസുഖങ്ങളെ പോലെ തന്നെ ബാക്കി മാനേജ്മെൻ്റ് എല്ലാം അവരുടെ ക്രിയാറ്റിനിൻ കിഡ്നിയുടെ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അളവനുസരിച്ചിരിക്കും. വളരെ മോശം അവസ്ഥയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ഡയാലിസിസ് വരെയും വേണ്ടി വന്നേക്കാം. തീർച്ചയായിട്ടും മാം, നമ്മൾ ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് ഡോക്ടർക്ക് എന്താ നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ദയവ് ചെയ്ത് മരുന്നുകൾ തനിയെ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ 5 ദിവസത്തേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം കഴിക്കുക. എസ്പെഷ്യലി വേദന സംഹാരി ഗുളികകൾ കഴിക്കാതിരിക്കുക. വേദനയുടെ കാരണത്തിന് തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, മരുന്നുകൾ ദയവ് ചെയ്ത് തനിയെ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. തീർച്ചയായിട്ടും മാം, ഇപ്പോൾ ഈവൻ പാരസെറ്റമോൾ നമുക്ക് ഒരുപാട് ഓവർ ദ കൗണ്ടർ മരുന്നുകൾ ലഭ്യമായിട്ടുണ്ട്. ഈവൻ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും വേണ്ടി വരുന്ന ഡ്രഗുകൾ പോലും നമുക്ക് കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഇത്തരത്തിലുള്ള അക്യൂട്ട് കിഡ്നി ഇഞ്ചുറീസിനെ യഥാർത്ഥത്തിൽ കൂടുതലാക്കാൻ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. വളരെയധികം അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി ഭാവിയിലെങ്കിലും നമുക്ക് അമേരിക്കയിലെയൊക്കെ പോലെ നമ്മുടെ ഇവിടെയും ഈ ഡ്രഗ്സിന് ഒരു കൺട്രോൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും മാഡം, നമ്മൾ ഒരിക്കലും ഈ കിഡ്നി ഇഞ്ചുറി കഴിഞ്ഞ് റിക്കവർ ചെയ്ത പേഷ്യൻസിന് വീണ്ടും ഒക്കെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സാധാരണ ആൾക്കാരെ കണക്കല്ല, അവർക്ക് കൂടുതൽ സാധ്യതയുണ്ടോ കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാനായിട്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നേരത്തെ ഈ കിഡ്നി ഇഞ്ചുറി വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാരെ പോലെ തന്നെ വരുള്ളൂ, വേറെ എക്സ്ട്രാ ആയിട്ട് വരാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ ഒരു മരുന്ന് കഴിച്ചു, കിഡ്നിക്ക് ഇഞ്ചുറി ആയി, അത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വെച്ചോളൂ, ക്രിയാറ്റിനിൻ 2 വന്ന് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും പെയിൻ കില്ലേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഡാമേജ് വളരെ കൂടുതലായിരിക്കും. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ചില ആൾക്കാരെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളത്, സാധാരണ ഒരാൾ മരുന്ന് കഴിച്ചു, അയാൾക്ക് കിഡ്നി ഇഞ്ചുറി ഉണ്ടായി, ഇതേ മരുന്ന് വേറൊരാൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അതൊരു നല്ല പോയിന്റാണ്. കാരണം ഈ മരുന്നുകളെല്ലാം ഒരു അലർജിക് ഇൻറ്റർസ്റ്റിഷ്യൽ നെഫ്രൈറ്റിസ്, നമുക്കറിയാമല്ലോ, ഒരു മരുന്നിന് അല്ലെങ്കിൽ നമുക്കൊരു മുഖത്തിടുന്ന ഒരു ക്രീമിന് അലർജി ഉണ്ടാവാം. അതുപോലെ തന്നെ കഴിക്കുന്ന ഗുളികകൾക്കും അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനൊരു ഗുളിക കഴിക്കുമ്പോൾ എനിക്ക് അലർജി വന്നു എന്ന് വെച്ചിട്ട് അത് മറ്റൊരാൾ കഴിക്കുമ്പോൾ അലർജി വരണം എന്നില്ല. അപ്പം അതും വളരെ പ്രധാനമാണ്. ഏത് പുതിയ ടാബ്ലറ്റ് കഴിക്കുമ്പോഴും അത് കഴിച്ചു കഴിഞ്ഞിട്ട് അലർജിയുടെ ഏറ്റവും കോമൺ സിംറ്റം ദേഹത്ത് വരുന്ന ചെറിയൊരു ചൊറിച്ചിലോ തടിപ്പോ ആയിരിക്കും, അല്ലെങ്കിൽ വായിക്കാത്ത ചെറിയൊരു പൊട്ടൽ പോലെയോ വായിക്കാത്തൊരു എരിച്ചിൽ പോലെയോ വരും. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഡോക്ടറെ ഉടനെ കാണുന്നത് നല്ലതാണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് ഉടനെ തന്നെ ഡോക്ടറെ ഒന്ന് അറ്റ്ലീസ്റ്റ് വിവരം അറിയിക്കുകയെങ്കിലും ചെയ്യുക. തീർച്ചയായിട്ടും മാമിന്റെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മരുന്നുകളും കിഡ്നി രോഗങ്ങളെ കുറിച്ചും വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.